ജീവൻ പോയാലും ഞങ്ങൾ താഴേക്ക് നോക്കൂലടാ. കാട്ടിലുണ്ടെന്ന് പെട്ടെന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലും സൂപ്പർ സെറ്റപ്പ് നമ്മുടെ നാട്ടില് സെറ്റ് ചെയ്യാൻ വേണ്ട പ്രകൃതി എവിടെയുണ്ട്, പ്രകൃതി സമ്പത്തുണ്ട്. കിടിലേഷ് കുമാർ. മറ്റ് രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്യുന്നെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. ഓ ഈ സ്ഥലം എന്ത് രസാ നോക്കിയേ. സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയൊക്കെ പിന്നെ പറയാം. കഴിഞ്ഞ വർഷം റഷ്യയിൽ പോയ സമയത്ത് അവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആദ്യമായിട്ട് ചൈനയിലെ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഖത്തറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 22 രൂപയിലെ ബിസിനസ്സുകാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇത്രയും ആളായിട്ട് മാറിയിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കച്ചവടം മതി പറഞ്ഞിട്ട് കുറേ ആൾ പോയി അല്ലേ. JP ജോയിന്റ് പവർ KBF കാൻഡോൺ ഫെയർ വിസിറ്റ് 2025 ഭാഗമായിട്ട് 22 ബിസിനസ്സുകാരെയും കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചൈനയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ടാർഗറ്റ് ട്രാവൽസ്, ഖത്തറിലെ ടാർഗറ്റ് ട്രാവൽസാണ് ഈ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് 2 ദിവസം നമ്മൾ ഫേസ് 1 പോയി. അതിനുശേഷം ഇനിയിപ്പോൾ ഫേസ് 2 മുമ്പുള്ള ഒരു ഗ്യാപ്പ്. ആ സമയത്ത് ഒരു ലെഷറിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാൻ പോകുന്നുണ്ട്, ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഇറങ്ങിയേക്കാണ്. സോ നൈസായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ഇന്നലെ മറ്റേ ഒരു ഷേവിങ്ങിൻ്റെ വീഡിയോ ഇന്നലത്തെ എപ്പിസോഡിലുണ്ട്, കാണണേ, മിസ് ചെയ്യരുത്. അതായത് ചൈനയിലെ ഷേവിങ് എക്സ്പീരിയൻസിന് പോയതാണ്. ഒരു ലേഡി ഷേവ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഇന്ന് വരെ വെച്ചിട്ടില്ലാത്ത ബുൾഗാം വന്നു. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല അളവിലാണുള്ളത്. ഈ ട്രെയിനിലേക്ക് പോകുന്നതിന് മുമ്പ് പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിൻ. സോ വി ആർ ഇൻ. വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അത്, ഭയങ്കര വലുത്. മേ ബി ഒരു 1 ലക്ഷം ആൾക്കാർക്ക് മേലെ ഉണ്ടാകും. ട്രെയിൻ പോകുന്ന ഡോറൊക്കെ അടഞ്ഞതിന് ശേഷം ആരെങ്കിലും ഉള്ളിലുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പുറപ്പെടുന്നുള്ളൂ കേട്ടോ. സേഫ്റ്റി കാര്യമായിട്ട് നോക്കുന്നുണ്ട് അവർ. നിങ്ങളുടെ അഭിപ്രായം പറയണേ. അതായത് ചൈനയിൽ ടെക്നോളജി പോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ വന്ന ദിവസം പെരും ചൂടായിരുന്നു ഇവിടെ. അതായത് അന്ന് പുറത്തിറങ്ങിയിട്ട് വരുമ്പോഴേക്ക് വേർത്തൊലിക്കായിരുന്നു. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സ്വിച്ച് ഇട്ട പോലെ ഇവര് കാലാവസ്ഥ താത്തി തണുപ്പായി കഴിഞ്ഞു. ഇപ്പൊ ഒരു 10-12 ഡിഗ്രി താഴ്ന്നു. ഇപ്പൊ നല്ല തണുപ്പാവും. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ട്രെയിൻ എക്സ്പീരിയൻസ്? ഒരു രക്ഷയില്ല. ഞങ്ങൾ ഏകദേശം ഒരു 70 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. അത് 70 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 14 മിനിറ്റ്സ് ആണ് എടുത്തത്. അതായത് ട്രെയിൻ വാസ് ട്രാവലിംഗ് അറ്റ് 250 കിലോമീറ്റർ പെർ അവർ. ഈ സാധനം വാങ്ങി വെച്ചോ കേട്ടോ, ഇത് ട്രാൻസ്ലേറ്റർ ആണ്. അറിയാത്ത വഴിക്ക് പോയിട്ട് പടണ്ടേ. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്ന വഴിയിൽ ഒരു ഷോപ്പിംഗ് മാളിന്റെ ഏരിയയിൽ നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഇത് ഇവിടുത്തെ ഒരു റൂറൽ ഏരിയ ആണെന്ന്. അതായത് ടൗൺ ഏരിയ ഒന്നല്ല, കുറച്ച് ഉള്ളോട്ടുള്ള ഒരു സാധാരണ സ്ഥലമാണെന്ന്. ഈ സാധാരണ സ്ഥലം ഞാൻ കാണിച്ചു തരട്ടെ. വേണ്ട, ഇവിടുത്തെ റൂറൽ ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയയുടെ ഭംഗിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരുടെ ബാക്കി വിഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരു റൂറൽ ഏരിയ ഇങ്ങനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ മുഴുവൻ ഇവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത് നല്ല ഗ്രീനറി കീപ്പ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്ഥലത്തിനും ഭംഗി, ഇവിടുത്തെ ഒരു ആംബിയൻസും വേറെ തന്നെ. ഇത്രയും ഉള്ളോട്ടുള്ള ഒരു സ്ഥലം ഇത്രയും ഭംഗിയായിട്ട് ഇവർ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ വിഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വികസനം 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 എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മറ്റ് രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്യുന്നതെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇത്രയും ഗംഭീരമായിട്ട് ഇത്രയും വലിയൊരു രാജ്യം, നമ്മളെപ്പോഴും പറയാറുള്ളത് എന്താ, നമ്മുടെ രാജ്യത്ത് ഭയങ്കര പോപ്പുലേഷനാണ്, നമ്മുടെ രാജ്യം വളരെ വലുതാണ്. അതിൻ്റെ 3 ഇരട്ടിയുള്ള രാജ്യം, അതിനേക്കാളും ജനസംഖ്യയുള്ള ഒരു രാജ്യം, അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്രയും നീറ്റായിട്ടും ഇത്രയും ഭംഗിയിലും ഇവർ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളും ആവുമായിരിക്കും ഒരു 2050 ആകുമ്പോൾ. അപ്പോഴേക്കും ഇവരുടെ റേഞ്ച് എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ. ഇത് കണ്ടോ, ഇവിടെ ദൂരിയാൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ടില്ലേ, ഫ്ലൈറ്റിലൊന്നും കയറ്റാൻ പറ്റാത്ത ഭയങ്കര സ്മെല്ലുള്ള. അതുകൊണ്ട് തന്നെ ആയിരിക്കും ദൂരത്തേക്ക് മണർത്തുന്നോണ്ടായിരിക്കും ദൂരിയാൻ എന്ന് പേര് വന്നത്. അതിന്റെ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര സ്മെല്ലായത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലൊന്നും ഇത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. സാധനം ഇങ്ങനെയുള്ളൂ കേട്ടോ. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ.
ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള പഴ പോലും, പക്ഷെ മണം കൊണ്ട് അടുപ്പിക്കൂല ആൾക്കാർ. Madam, can we taste one piece? Then we'll all buy it. അവൻ ട്രാൻസ്ലേറ്റർ വാങ്ങിയതാണ്ടോ? 夫人，我们能尝尝一块呢，然后我们都邀请。 കുഴപ്പമില്ല. ചക്കയും മാങ്ങയും ഒന്നിച്ച് കഴിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉള്ള പഴം എന്ന് പറയുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. മോശമില്ലല്ലോ. എന്തോ ഒരു ചൊവ, എന്തോ ഒരു ചവർപ്പും മധുരം ഒക്കെ ചേർന്നൊരു ചൊവ. ഉണ്ട്, എനിക്ക് ചവർപ്പ് ഇല്ല, ചൊവയില്ല. ദൂരിയാൻ ആ സാധനം അങ്ങനെ കഴിച്ചു. ഈ ദുരിയാൻ എന്ന് പറയുന്ന പഴം വളരെ കുപ്രസിദ്ധമാണ്. അതായത് ഫ്ലൈറ്റിലൊന്നും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എയർപോർട്ടിലൊന്നും ഇത് അടുപ്പിക്കില്ല. കാരണം ഇതിന് ഭയങ്കര ഒരു കുത്തുന്ന ടൈപ്പ് സ്മെല്ലാണ്. ആ സ്മെല്ല് കാരണം ഇതിനെ അധികം പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടമായില്ല. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഏരിയ? Dragon, Asian dragon wary. What is the speciality? It's the biggest or something like that? There's a biggest glasses bridge in Guangdong province. Here we will see. നല്ല രസമുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ. ഈ ഒരു പ്ലേസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഗുലോങ് ച്യാ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആട്ടോ ഈ ഒരു പ്ലേസ്. ഇപ്പോൾ കാൻഡോൺ ഫെയറിനൊക്കെ വന്ന ആൾക്കാരിൽ കുറച്ച് പേരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടാവണം ഈ ഗ്യാപ്പുള്ള ദിവസങ്ങളിൽ. അവരുടെ മുഖം കാണുമ്പോൾ അതൊരു മലയാളി ടീമാണെന്നാണ് തോന്നുന്നത് നമ്മളെ പോലെ. ഇത് ഒരു ചൈന ടീം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ. നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങോട്ടേക്ക് നല്ലൊരു വാക്ക് വേ ഉണ്ട് കേട്ടോ. ഈ വാക്ക് വേയിലൂടെ വേണം അങ്ങോട്ട് പോകാൻ. മേലേക്ക് കയറി പോകണം. ഇവിടെ മേലെ വന്നിട്ട് വേറെയും ക്യൂ ഉണ്ട് കേട്ടോ. ഈ ക്യൂവിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഉള്ള പോലെ ക്യൂ. പാർക്ക് ചെയ്ത ലോട്ടിൽ നിന്ന് അത്യാവശ്യം മേലേക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വേറെ ബസ്സിലാണ് കൊണ്ടുവന്നത് നമ്മളെ. ഇവിടെ സ്കാൻ ചെയ്ത് 600 meters from the ground. 600 meters ഉണ്ട് ഇവിടുന്ന്. അത് ആ ബസ്സിലാണ് കൊണ്ടുപോകാം അല്ലേ? ഗൈഡിന്റെ കൊടി ആ പുള്ളിക്കാരനെ ഇൻഷോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവുമായിരുന്നു. അതായത് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് താഴത്തെ ലെവലിൽ നിന്ന് പിന്നെ ഇവരുടെ ബസ്സിലാണ് നമ്മളെ കൊണ്ടുവന്നത്. നല്ല അടിപൊളി റോഡും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മൂവിങ് ഡൈനോസേഴ്സിന്റെ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാവ്, അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. ഇത് കണ്ടോ, എന്താ മോനെ, കിടിലേഷ് കുമാർ. അതെ, ഇവിടെ എത്തുമ്പോൾ ഇത് അനങ്ങാൻ തുടങ്ങും. ഇത് സെൻസ് ചെയ്തിട്ട് അനങ്ങുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരാൾ പോകുമ്പം അത് സെൻസ് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടാക്കും, മൂവ് ചെയ്യും. ഇത് ഇവിടെ നിന്ന് ഒളിച്ചിരിക്കുന്നുണ്ടോ? ഇത് നോക്കിയേ, ഈ വാക്ക് വേയിൽ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് പേടിച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സ്ഥലം എന്ത് രസാ നോക്കിയേ. മേലെ കയറി വരുമ്പോൾ ഒരു വാട്ടർഫാൾസ് വിത്ത് ഡൈനോസേഴ്സ്. അവിടെ കണ്ട മൂലക്കൊരു ഡൈനോ ഒഴിച്ചിരിക്കുന്നുണ്ട, മേലെ വേറൊരു ഡൈനോ കണ്ട, അതിൻ്റെ ആ സൈഡിൽ വേറെ എന്താ. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇതിൻ്റെയൊക്കെ ഒച്ച വരുമ്പോഴാണ് അറിയണത് ഇവിടെ ഇങ്ങനെ സാധനം ഉണ്ട് എന്നുള്ളത്. ഇതിന് എഫക്റ്റ് കൂടുതൽ കൊടുക്കാൻ ഇവരിവിടെ മിസ്റ്റും കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഒരു മിസ്റ്റിന്റെ എഫക്റ്റ് കൂടി ഇവർ കൊടുത്തേക്കുന്നുണ്ടോ ഇവിടെ. ഇത് മുട്ട പൊട്ടി വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. ഹായ്, ശരിക്കും വേണ്ട, കാട്ടിലുണ്ടെന്ന് പെട്ടെന്നൊന്ന് നിൽക്കുന്ന നോക്ക്. എന്താ ഇതൊക്കെ ഇവിടെ? എന്താ, ആരാ ഇതൊക്കെ? ആരാത്? ഒന്ന് ശബ്ദം ഉണ്ടാക്കടാ കുട്ട, ഒച്ച ഉണ്ടാക്കടാ കുട്ട, ഒച്ചയാക്കടാ കുട്ട, സൗണ്ട് ഉണ്ടാക്കടാ. സൗണ്ടില്ലേ? മിസ്റ്റ് കണ്ടോ? ഈ മിസ്റ്റ് ഒന്നും ഒറിജിനൽ അല്ല കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മിസ്റ്റ് ഇടുന്നതാ. ചൈനയല്ലേ, അവരുടെ കയ്യിലാ വളവില്ലാത്ത. അത് കണ്ടോ? ഓ
ഓ ഇവള് കൊറേ പോസ്റ്റ് പഠിച്ചിട്ടാ വന്ന കേട്ടോ. എന്റെ മോനെ അപ്പൊ ഇത് ഫ്രെയിം ചെയ്ത് ഫോട്ടോസ് ആക്കി തരുന്നുണ്ട് കേട്ടോ. യാ മോനെ അടിപൊളി ഫ്രെയിമൊക്കെ ആക്കി റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട് പുറത്ത് വരുമ്പോഴേക്ക്. ആക്ച്വലി ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് ഫോട്ടോ വാങ്ങാൻ നിൽക്കുമല്ലോ. പക്ഷെ ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നി, ഞാൻ വാങ്ങി. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഫോട്ടോ എടുത്തിട്ട് അത് വാങ്ങുന്നത്. 2 എണ്ണത്തിന് 72 ഇവിടുത്തെ യുവാൻ. കുഴപ്പമില്ല വിചാരിച്ചു, ഇതൊരു മെമ്മറി അല്ലേ. ഓളോട് ഞാൻ ചോദിച്ചു, ഒന്നാ പിന്നെ 2 എണ്ണം എടുത്തില്ല, ഒന്ന് ഫ്രീ തന്നേക്ക് പറഞ്ഞു. ഓളൊരു തെരുവിലായിട്ട് എന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓള് ചുമലിൽ തൂക്കട്ടെ പോയിട്ട്. ഇവിടെ ഒരു അനാക്കൊണ്ട വെറുതെ ഇരിപ്പുണ്ട് കേട്ടാ. ആവോ ആശ്വാസം. ഇവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒരു എസ്കലേറ്റർ ഉണ്ട്, ഇത് നടക്കണ്ട. വാ ഇത് കണ്ടോ, ഇതൊക്കെ റീലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റെപ്പുകളല്ലേ. അതെ അത് ഇവിടെയാണ് കേട്ടോ. ആൻഡ് ഇത് കൂടാതെ ഇവിടുന്ന് റൈഡ് ചെയ്തിട്ട് താഴേക്ക് പോകാനുള്ള പരിപാടി ഉണ്ടേ. ഈ ഒരു സ്റ്റെപ്പുള്ള പോയിന്റ് നോക്കിയേ, എന്റെ മോനെ. താഴേക്ക് വീണാലും കുഴപ്പമില്ല, ഈ നെറ്റിൽ തങ്ങി നിന്നോളൂ. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടന്നിരിക്കുന്നു. അഗാധമായ ഗർത്തമാണ് താഴെ. പിന്നെ ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാ. ജീവൻ പോയാലും ഞങ്ങൾ താഴേക്ക് നോക്കൂലടാ. താഴേക്ക് നോക്കിയാലേ പഠിക്കണ്ടു. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് ഇതിന്റെ ആഴം എന്ന സത്യം. അത്രയും ഉയരത്തിലാണുള്ളത്. ഞാൻ ജോർജിയയിൽ പോയപ്പോൾ ഉള്ളതിനേക്കാളും ഹൈറ്റിലാണുള്ളത് തോന്നുന്നു. 600 മീറ്റർ എന്നാ പറഞ്ഞത്, പക്ഷെ ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര ഹൈറ്റ് ഫീൽ ചെയ്യുന്നു. അവന്മാര് കിടന്നിട്ടൊക്കെ കാഴ്ച കാണുന്ന നോക്ക്. ഇതാണെങ്കിൽ ഇളകുന്നുണ്ട്. എത്ര ആഴം നോക്കി. ഇതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിപ്പോയി. ഞാൻ ജോർജിയയിൽ കയറിയ ഡയമണ്ട് ബ്രിഡ്ജിനേക്കാളും എത്രയോ ഹൈറ്റിലാണ്. അത്രയും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് പേടിയായിട്ട് വയ്യ. ഇല്ല എല്ലാടെ കിടന്നിട്ട് നോക്കാം, അപ്പൊ വിഷ്വല് വേറെയാ. ഇരിക്കും നേരെ കാണുന്ന വിഷ്വലേ അല്ല കിടക്കുമ്പോ. അല്ലേ ചേട്ടാ, അടിപൊളിയല്ലേ? ഓ ഓ ഇത്രയും ഹൈറ്റില് 600 മീറ്റർ ഹൈറ്റില് താഴേക്ക് നോക്കിക്കൊണ്ട് പുഷപ്പ് അടിച്ചവന്മാർ. അന്തസ്. ആ താഴേക്ക് നോക്കിയ ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിങ്ങനെ ഉണ്ടല്ലോ, ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഇതിങ്ങനെ ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം ഒരു വെള്ളിടി ഇങ്ങനെ പോണ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അതേ ഒരു കുഴപ്പമുള്ളൂ. ആ കുറെ ആൾക്കാർ ഇന്നത്തെ ദിവസം സ്കിപ്പ് ചെയ്ത്, അവർക്ക് ഭയങ്കര നഷ്ടാട്ടാ. അവര് കാണാൻ തന്നെ പറയണേ. നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്ത സ്പോട്ട് അതാ. താങ്ക് യു സോ മച്ച്. യു ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. അവളോട് ഞാൻ ചോദിച്ചിട്ട് അവളൊരു അഡീഷണൽ ഫോട്ടോ. താങ്ക് യു. ഞാൻ അവളോട് പഞ്ചാരടിച്ച് വീണ്ടും എനിക്ക് കീ ചെയിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇടാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഫോട്ടോയും വാങ്ങി. ഇവിടുന്ന് ഞങ്ങൾ ഫോട്ടോ വാങ്ങി കേട്ടോ. അതായത് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് വീണ്ടും ഫോട്ടോ വാങ്ങി. കുറേ ഫോട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ വാങ്ങണം. നമ്മൾ ആ കൈയിന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടത്, എന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജും കയറിയിട്ട് വേറെ ഏരിയയിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോണേ. അവിടെ ഒരു വലിയൊരു കോങ്കോ ഉണ്ട്. നോക്കേ, ഇപ്പൊ നമ്മൾ വന്ന വഴി കണ്ട വെള്ളച്ചാട്ടവും സംഗതികളൊക്കെ ഇല്ലേ, അതൊന്നും ഒറിജിനൽ അല്ല, അതൊക്കെ ആർട്ടിഫിഷ്യലാ. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നടന്നിട്ട് ഈ മലയുടെ ഏറ്റവും മേലെ എത്തി. ഇവിടെ ഇവരൊരു ഡാം സെറ്റ് ചെയ്തൊക്കെയാണ്. ഈ ഡാമിൽ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യും. പിന്നെ താഴേക്ക് പോകുന്ന വെള്ളം റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും മേലേക്ക് എത്തിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന വലിയൊരു സെറ്റപ്പായത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആതിരപ്പള്ളിയിലൊക്കെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിയിട്ട് എത്രയോ പോടും. അവിടെയൊക്കെ നല്ലൊരു പ്രൊജക്റ്റ്, ഇതുപോലുള്ളൊരു പ്രൊജക്റ്റൊക്കെ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അല്ലേ, ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ചൈനയിലും മനുഷ്യന്മാരനല്ലേ. വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലും സൂപ്പർ സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ട പ്രകൃതി എവിടെയുണ്ട്, പ്രകൃതി സമ്പത്തുണ്ട്. പക്ഷെ എന്താ, അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു നേതൃത്വം ഉണ്ടാവണം, നല്ല നേതാക്കന്മാരുണ്ടാവണം, പൈസക്ക് അത്യാഗ്രഹം ഇല്ലാത്ത ആൾക്കാരുണ്ടാവണം. എന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇതൊക്കെ കണ്ടോ, ഈ ഒരു മലയുടെ ഒരു വലിയൊരു മല ഏരിയ ഇവർ ഇത്രയും വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്തേക്കാണ്. ഇങ്ങനത്തെ 10,000 മല ഇല്ലേടോ നമ്മുടെ നാട്ടിൽ. കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തുമായിട്ട് എത്ര സ്ഥലങ്ങളുണ്ട്. ഇതുണ്ട്, ആ സൈഡിലെ ഡാമിൽ നിന്ന് വെള്ളം ഇതിന്റെ അടിയിലൂടെ ഇങ്ങനെ ഒരു സ്പിൽവേ പോലെ ചെയ്തിട്ട് ഇവർ താഴേക്ക് വിടുകയാണ്. അത്രയേ ഉള്ളൂ ഈ പരിപാടി. എന്നിട്ട് അങ്ങ് താഴെ വരെ ബാക്കി ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രൊജക്റ്റ് ഫുള്ള് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നു. അതിനിടയിൽ ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചു, ഇങ്ങനെ ഒരു വാച്ച് ടവർ വെച്ചു, ഒരു ജുറാസിക് വേൾഡ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ റെഡിയാക്കി. ഈ മലയിൽ ഇങ്ങനെ നടന്നിട്ട് വരാനുള്ള ഒരു വലിയൊരു വാക്ക് വേ ഉണ്ടാക്കി. 2 മലകളുടെ ഇടയിലുള്ള പരിപാടിയായി ഈ സംഭവങ്ങളൊക്കെ. ഒരു വൻ ഗൊറില്ലിനെ കണ്ടോ? ഓ, ഈ ഡൈനോസേഴ്സിനെ കണ്ട് ബോറടിച്ചു സത്യത്തിന്.
മതിയടോ, എത്ര വെച്ചിട്ടാ കാണിക്കുക? കണ്ട് ബോറടിച്ച്. അതായത് ഇപ്പൊ ഒരു 10-200 സാധനത്തിന് കണ്ട് ആദ്യം നല്ല രസമായിരുന്നു, എല്ലാത്തിന്റെയും വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഇത് ബോറടിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കിടക്കുക. ഡൈനോസറിന്റെ ലോകത്തിലുണ്ടായിരുന്ന ഡൈനോസറിനേക്കാൾ കൂടുതൽ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ ദേ കിടക്കണം. പിന്നെ ഇതിനൊരു അന്ത്യമില്ലേടേ. ഇത് എത്രയാ? മതിയടാ. ഇത് ബൈ 1 get 1 എങ്ങാനായിരുന്നോ? ഒന്ന് വാങ്ങിയപ്പോ പിന്നെയും കൂടുതൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ബൈ 1 get 1 ആയിരുന്നു ഇവർക്ക് മൊത്തം. അത്ര എണ്ണം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. യാ മോനെ, ഇതിന്റെ സൈസ് നോക്കിയേ, ഗൊറില്ലയുടെ ഒരു സൈസ് നോക്കിയേ. തീർന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങിപ്പോവാണെന്ന്. പക്ഷെ ഈ വരുന്ന വഴിയിൽ വേറൊരു ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്, ഇതിലേക്കും ആക്സസ് ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ആക്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു വാച്ച് ടവർ പോലെയുള്ള സംവിധാനമാണ്. മലയാളി താഴേക്ക് നോക്കാണ്ടിരിക്കുന്നയാ. ഹായ്, സൂപ്പർ. ഈ വാച്ച് ടവറിന്റെ മേലെ നിന്നുള്ള വിഷ്വലായത്. ഇത്രയും ദിവസം മലയാളികളെ കണ്ടെങ്കിൽ ഇന്ന് 2 തമിഴണ്ണന്മാരെ കണ്ടിട്ട്, ഒരാള് സേലം, ഒരാള് ഊട്ടിയിൽ വരുമ്പോൾ ഉങ്ങളതാ പാക്കണം. അങ്ങ് ഒരു ലോക്കൽ പേഴ്സൺ ഇരുന്നാ സൂപ്പറാ ഇരിക്കുന്നതൊക്കെ. ഇങ്ങ ഗ്ലാസ് ബ്രിഡ്ജുക്ക് മേലെ ഇരുന്ന് നാങ്ക കണക്ട് ആയിട്ടോ. ഇവർക്ക് സേലത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് റെസ്റ്റോറന്റ്, 700 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം റെസ്റ്റോറന്റ്. വീഡിയോ അത്രയും വലിയൊരു റെസ്റ്റോറന്റ് ഓണർ ആട്ടോ പുള്ളി. അതായത് 700 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വലിയ ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് റെസ്റ്റോറന്റ്. അടിപൊളി. അപ്പൊ അത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം എന്താ. അപ്പൊ ആ സേലത്തൊക്കെ പോകുമ്പോ പുള്ളിയുടെ റെസ്റ്റോറന്റിൽ പോകാം. ഓക്കെ. ഏറ്റവും അവസാന ഘട്ടമായിട്ട് ഞങ്ങൾ ഈ റോളർ കോസ്റ്ററിലും കൂടി കയറുകയാണ്. എന്നാ പിന്നെ അതിലങ്ങ് താഴെ വരെ നടക്കാണ്ടെത്താം. അതായത് അടുത്ത പരിപാടി. ഇങ്ങോട്ട് നോക്കിയാ ഇപ്പൊ ബാക്കിൽ നിന്ന് വേറെ വന്ന് ഇടിക്കും. പൊക്കോ. അയ്യോ, എല്ലാവരുടെ വീഡിയോ ഞാൻ എടുത്തു. ഞാൻ ലാസ്റ്റായി. ഇനിയിപ്പൊ എന്റെ ആരെടുക്കും? ടാറ്റാ ബൈ ബൈ. പൊക്കോ. ഇനി എന്റെ വീഡിയോ ആരെടുക്കും? പൊക്കോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ, എന്താ രസം. നൈസ് വൈബ്. ഇങ്ങനെ ചെരിയുമ്പോ ചെറുതായിട്ടൊന്നും പഠിക്കുന്നുള്ളൂ, പക്ഷെ നല്ല പ്രൊട്ടക്റ്റഡ് ആണ്. ഓ, ഇത് വമ്പൻ ചെരുവാ. കീടു നടക്കാണ്ട് താഴെ എത്തുകയും ചെയ്യാ. പിന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇത് നമ്മൾ എവിടുന്നോ കേറിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ നമ്മൾ തുർക്കിന്ന് കേറിയിട്ടുണ്ട്. യെസ്, ഞാൻ എപ്പോഴും ഇതിൽ കേറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. കൊള്ളാം, നല്ല നൈസ് ആയിട്ടുണ്ട്. ഇവിടുന്നൊരു ജമ്പ്. കിടിലേഷ് കുമാറാണ് കേട്ടോ ഇത്. എന്റെ മോനെ, ഇവിടെ വലിയൊരു സ്ഥലമാണ് കേട്ടോ. ഇത്രയും വളയണ്ടടാ. നേരെ പോടാ. ഇങ്ങനെ ചെരിഞ്ഞിട്ടാണുള്ളത്. നല്ല സേഫ്റ്റി ഉള്ള സാധനമാണ്. നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. ഈ ഒരു ലിവറിന്റെ മേലെയാണ് കളി. ഇത് കണ്ടോ? കാണിക്കാന്ന് വയ്യായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിങ്ങനെ ചെരിയുമ്പോ മാത്രം നമുക്ക് ചെറിയൊരു സുഖക്കുറവ് ഇങ്ങനെ തോന്നുവേ. പക്ഷെ അതൊരു രസാണേ. ഇതിപ്പോ നമ്മളെന്തോ വലിയ ഗർത്തത്തിന്റെ മേലെയാ ഉള്ളത്. താഴേക്ക് ഇങ്ങനെ കൊടൂരമായ കാഴ്ച കാണാം. താഴേക്ക് നോക്കിയാൽ ഞാൻ നോക്കുന്നില്ല. കഴിഞ്ഞു. അപ്പനോട് കഴിഞ്ഞ് ഈ ചുറ്റി വളഞ്ഞത് കഴിഞ്ഞ് ഫോണ് വീണ് കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും ഉണ്ടാവുകയും ചെയ്ത. ഇനി കാട്ടിലൂടെയുള്ള വഴിയാ. ഹായ്, ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇവിടെ വലിയൊരു കുഴിയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പേടിത്തൊണ്ടല്ല. എന്നാൽ എല്ലാ വള്ളികളും കയറി പിടിക്കും. പക്ഷെ ഇന്ന് എഫക്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഞെട്ടും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത് വന്നത്. ഇതെന്തായാലും ചൈനയിൽ വരുന്ന ആൾക്കാർ ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് വരണം. എന്തായാലും ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് വരണം. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു ഡിഫറന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്.
ഇതിൽ കയറാൻ 88 യുവാനാണ് ചാർജ്. അതായത് ഖത്തർ റിയാലൊരു 42 റിയാൽ വരും. അത്ത മോനെ വീണ്ടും കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വാഹനം ചെരിയുകയാണ് സുഹൃത്തുക്കളെ, വീണ്ടും ചെരിയാണ് സുഹൃത്തുക്കളെ. എന്റെ പേടിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് 2 കൈയും പിടിക്കേണ്ട ഈ സാധനത്തില് ഞാൻ ഒറ്റ കൈ മാത്രമേ പിടിച്ചിട്ടുള്ളൂ, മറ്റേ കൈ ഒന്നും പിടിച്ചിട്ടില്ല. അതിൽ ഫോണാ. അല്ല, വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാര് കംപ്ലീറ്റ് ഇത്രയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യണം. ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു, പക്ഷെ നല്ല രസമുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും കണ്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്ന് പരിഗണിച്ചുകൂടെ? അതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല നഷ്ടമുണ്ടോ? ഒരു പാവം മനുഷ്യന് 1 ലക്ഷം ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാകുന്നതിൽ നിങ്ങൾക്കും സന്തോഷിച്ചൂടെ? അപ്പോൾ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ പരിചയക്കാരോട് ജസ്റ്റ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചാനൽ ഉണ്ട് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട്ടിലുള്ള പ്രായമായ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമാകും. നമ്മുടെ നാട്ടിലെ വീട്ടിലെ പശുവിൻ്റെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതും കൂടി ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ചൈനയിൽ കാൻഡോൺ ഫെയർ കാണാൻ വന്നതാണ്. JP ജോയിന്റ് പവർ ഓട്ടോമോട്ടീവ് KBF കാൻഡോൺ ഫെയർ വിസിറ്റ് 2025. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് തൽക്കാലം സൈൻ ഓഫ് ചെയ്യാണ്. താഴെ എത്തുമ്പോൾ മറ്റെന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കാം. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇപ്പോൾ ചെയ്യണേ. ഒടുവിൽ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഒരു സുഖല്ലോ. കരച്ചിലൂടെ